ആരോഗ്യം അമൂല്യം. ചെവിയിലെ പഴുപ്പ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് അസന്റ് ENT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ബിജിരാജ് വാത്തോംവീട്ടിൽ. നമ്മുടെ ചെവിയെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നൊരു പ്രശ്നമാണ് ചെവിയിലെ പഴുപ്പ്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും കാണാറുണ്ട്. ബാഹ്യകർണത്തിലും മധ്യകർണത്തിലും ആണ് ഏറ്റവും കൂടുതൽ പഴുപ്പ് കാണപ്പെടുന്നത്. ബാഹ്യകർണത്തിലെ പൂപ്പൽ ബാധ, ഇമ്പാക്റ്റഡ് വാക്സ്, നിരന്തരമായി ഇയർ ക്ലീൻ ചെയ്യുക എന്നിവയെല്ലാം ഇതിന് കാരണമാകാറുണ്ട്. മധ്യകർണത്തിലെ പഴുപ്പിനെ ഓട്ടൈറ്റിസ് മീഡിയ എന്നാണ് പറയുന്നത്. ഇത് 3 വിധത്തിലാണ്: അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ, സെക്രീറ്ററി ഓട്ടൈറ്റിസ് മീഡിയ, ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ. ആദ്യമായി അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ. ജലദോഷമുള്ള കുട്ടികളിലാണ് സാധാരണയായി അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ കാണപ്പെടാറ്. ഇതിൽ മൂക്കിൽ നിന്നും ചെവിയിലേക്കുള്ള കണക്ഷനായ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം ചെവിയിൽ ദ്രാവകം കെട്ടിക്കിടക്കുകയും പിന്നീട് ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുന്നു. ശക്തമായ ചെവിവേദന, പനി, ചെവി അടപ്പ് എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ജലദോഷം കുറയ്ക്കാനുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്സും വഴി ഈ അസുഖം ഭേദമാക്കാൻ പറ്റുന്നതാണ്. ശരിയായ ചികിത്സ കിട്ടാത്ത ആളുകളിൽ ഇത് കർണപടത്തിൽ ദ്വാരം വന്ന് പഴുപ്പ് പുറത്തേക്ക് വരാനും മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനും കാരണമാകാറുണ്ട്. സെക്രീറ്ററി ഓട്ടൈറ്റിസ് മീഡിയ. ഇൻഫെക്ഷൻ മാറിയതിനു ശേഷവും ചെവിയിൽ ദ്രാവകം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് സെക്രീറ്ററി ഓട്ടൈറ്റിസ് മീഡിയ. യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ഉണ്ടാകുന്ന തടസ്സം, മൂക്കിൻ്റെ പിറകിലുള്ള അഡിനോയിഡ് ഗ്രന്ഥിയിലുള്ള വീക്കം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. കേൾവിക്കുറവും ചെവി അടപ്പുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. മിറിങ്കോട്ടമി എന്നൊരു ചെറിയ ശസ്ത്രക്രിയ വഴി ചെവിയിലെ നീര് വലിച്ചെടുത്ത് ഭാവിയിൽ വെന്റിലേഷൻ ലഭിക്കുന്നതിനായി ഒരു ട്യൂബ് ഇയർ ഡ്രമ്മിൽ വെക്കുന്നതാണ് ഇതിൻ്റെ ചികിത്സ. കൂടാതെ ഇതിന് കാരണമായ മൂക്കിലെ തടസ്സം മാറ്റേണ്ടതും അത്യാവശ്യമാണ്. ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ. ഇടയ്ക്കിടയ്ക്കുള്ള ചെവിയിലെ പഴുപ്പ് മൂലം കർണപടത്തിന് ദ്വാരമുണ്ടാവുകയും പെർമനൻ്റായി കേൾവിക്കുറവുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ. മധ്യകർണത്തിലെ വെന്റിലേഷന് സഹായിക്കുന്ന മാസ്റ്റോയ്ഡ് എയർ സെൽസിലും മധ്യകർണത്തിലുമാണ് സാധാരണയായി ഇക്കൂട്ടരിൽ പഴുപ്പ് കാണപ്പെടുന്നത്. കേൾവിക്കുറവിന് പുറമെ ചെവിയിൽ നനവ് തട്ടുമ്പോഴും ജലദോഷമുണ്ടാകുമ്പോഴും പഴുപ്പ് വരുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇടയ്ക്കിടെ വരുന്ന പഴുപ്പ് ചെവിയിലെ കേൾവിക്ക് സഹായിക്കുന്ന അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതിനും കേൾവിക്കുറവ് കൂടുതലാകാനും കാരണമാകുന്നു. ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ആക്റ്റീവ് സ്കാമോസ് ഡിസീസ് എന്ന വകഭേദത്തിൽ ചെവിയിൽ ഒരു തരത്തിലുള്ള ദശ അഥവാ കൊളിസ്റ്റേറ്റമ വളരുന്നതിനും ഇത് ചെവിക്ക് ചുറ്റുമുള്ള എല്ലുകളിലും ഞരമ്പുകളിലും ദ്രവിച്ചു പോകുന്നതിനും കാരണമാകുന്നു. ചെവി ഡ്രൈ ആയി വെക്കുക, ആൻറ്റിബയോട്ടിക്സ്, തുള്ളിമരുന്നുകൾ എന്നിവ വഴി ഈ രോഗത്തിനെ താൽക്കാലികമായി നിയന്ത്രിക്കാൻ പറ്റുമെങ്കിലും ശസ്ത്രക്രിയകൾ വഴി മാത്രമാണ് ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നത്. മാസ്റ്റോഡെക്ടമി എന്ന സർജറി വഴി ചെവിയിലെ പഴുപ്പ് നീക്കം ചെയ്തതിന് ശേഷം ടിമ്പനോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ വഴി കർണപടം റിപ്പയർ ചെയ്യലാണ് ഇതിനുള്ള യഥാർത്ഥ ചികിത്സ. ദ്രവിച്ചുപോയ എല്ലുകൾ മാറ്റിവെക്കുന്നതിനുള്ള ഓസിക്കുലോപ്ലാസ്റ്റി പോലുള്ള ശസ്ത്രക്രിയകൾ ഈ അസുഖം മൂലമുള്ള കേൾവിക്കുറവിനെ ഭേദമാക്കാൻ സഹായിക്കുന്നു. ചെവിയിലെ പഴുപ്പ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് അസന്റ് ENT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ബിജിരാജ് വാത്തോംവീട്ടിൽ.